Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ വന്ന വണ്ടി ഏതാണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ ഇന്നുള്ളത്. ദ ഓൾ ന്യൂ 2021 Thar. When I see you dancing, I'm like, hola, 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 hola. With your move fancy, make me wanna hola, 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 hola. I got your attention, spending that moolah, 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 moolah. I'm a drop popping, pocket, swola, 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 swola. Swola, 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 swola. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം തന്നെ കണ്ടു തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മഹേന്ദ്രയുടെ ഒരു ക്രോം ഫിനിഷിലുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ കഴിയും. അതോടൊപ്പം ഒരു റൗണ്ട് ഹെഡ്ലൈറ്റാണ് ഈ അപ്പുറത്തും അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലും വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ചും കൂടി താഴേക്ക് നോക്കുമ്പോൾ ഒരു സോളിഡ് ഫൈബർ പോലെയുള്ള ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ബമ്പറാണ്. കാരണം കുറച്ചും കൂടി മുമ്പോട്ട് തള്ളി നിൽക്കുന്ന ടൈപ്പിലുള്ളൊരു ബമ്പറാണ്. അവിടെ താർന്ന് കഴിഞ്ഞൊരു ബാഡ്ജിങ് കൂടി നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ അപ്പുറ സൈഡിലും ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. കുറച്ച് ബീസ്റ്റായിട്ടുള്ളൊരു ലുക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം പഴയ താറിനെ വെച്ച് നോക്കുമ്പോൾ പഴയ താറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത്രയും ബൾക്കി അല്ല വണ്ടി. ഇപ്പോൾ കുറച്ചും കൂടി വണ്ടി കുറച്ചും കൂടി ബൾക്കി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. ഈ വണ്ടിയുടെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹുഡ് ഓപ്പൺ ചെയ്യാൻ മുമ്പ് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ക്ലിപ്പ് പിടിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വേറൊരു ഇതുണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ ക്ലിപ്പ് വെച്ചേക്കണതെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഓഫ് റോഡൊക്കെ പോകണമെങ്കിൽ ആ ക്ലിപ്പിനെക്കാട്ടി കുറച്ചും കൂടി ബലം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനൊരു എക്സ്ട്രാ ക്ലിപ്പ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുമ്പോൾ 2784 cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിയുടെ അകത്ത് വരുന്നത്. ടർബോ ചാർജറോട് കൂടിയ ഒരു എഞ്ചിനാണ് ഈ വണ്ടിയുടെ അകത്ത് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ 130 bhpയും അതുപോലെ തന്നെ ഒരു 300 Nm ടോർക്കും ഈ വണ്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആവശ്യത്തിന് ഒരു ഓഫ് റോഡ് വണ്ടിക്ക് വേണ്ട ക്യാപ്പബിലിറ്റി ഒക്കെ നമുക്ക് ഈ എഞ്ചിനിൽ നിന്ന് കിട്ടും. കൂടാതെ ടർബോ ചാർജ് എഞ്ചിനായതുകൊണ്ട് ഇച്ചിരി പവർ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഹുഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ലോക്കും കൂടി കൊണ്ടിടണം. രണ്ട് സൈഡിലെ ലോക്കും കൂടെ കൊണ്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് സെറ്റായി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇനി സൈഡ് പ്രൊഫൈലൊന്ന് നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ടയർ സൈസിൽ നിന്ന് തുടങ്ങാം. ടയർ സൈസ് എന്ന് പറയുമ്പോൾ 18 ഇഞ്ചിൻ്റെ MRFൻ്റെ ഓൾ ടെറൈൻ ടയറാണ് ഈ വണ്ടിയുടെ അകത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഡിസ്ക് ബ്രേക്ക് കൂടിയ അലോയ് ഉള്ള ടയറാണ് ഈ വണ്ടിയുടെ അകത്ത് കാണാൻ കഴിയുന്നത്. അലോയിൽ തന്നെ താർന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഫെൻഡർ വരുമ്പോൾ ഇത് ഫൈബർ പോലത്തെ പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ അത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ താർന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. ഒരു ക്രോമിയം ഫിനിഷിലുള്ളൊരു ബാഡ്ജിങ്ങാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ താറിന് എഴുതിയേക്കുന്ന വേറൊരു ബാഡ്ജിങ് കാണാൻ കഴിയും. അത് ഈ സൈഡിലെ മിററിൽ വന്നിരിക്കുന്ന ബാഡ്ജിങ്ങാണ്. കുറച്ചും കൂടി വലിയൊരു മിററാണ് നമുക്ക് ഈ വണ്ടി കാണാൻ കഴിയുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിങ് പറ്റുന്നുണ്ട്. അതിൻ്റെ ക്രോമിയമും ബ്ലാക്കും കൂടി കൂടിയ ഒരു പ്ലേറ്റിങ്ങാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ഫുഡ് റെസ്റ്റും കൂടി വന്നിട്ടുണ്ട്. അതും ഹാർഡ് ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സൈഡിലേക്ക് നോക്കുമ്പോൾ ബാക്കിലൂടെ ഡ്രം ബ്രേക്കാണ് വന്നിരിക്കുന്നത്. സെയിം തന്നെ 18 ഇഞ്ചിൻ്റെ ടയറാണ് വന്നിരിക്കുന്നത്. പിന്നെ അതോടുകൂടെ 4x4 എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ക്രോമിയം ഫിനിഷിലുള്ള ഒരു ബാഡ്ജിങ്ങാണ് വന്നിരിക്കുന്നത്. അത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയാനുള്ളത്. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ബാക്കിലൊരു സ്റ്റെപ്പിനി ടയറും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോളോസ് എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ് ടോപ്പ് മെറ്റീരിയലാണ്. അങ്ങനെ ഫൈബർ പോലെ തന്നെ ഒരു ഹാർഡ് ടോപ്പ് മെറ്റീരിയലാണ് മോളോസ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലെ ടെയിൽ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് ലാമ്പാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പൊക്കെ വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ നമുക്ക് കത്തിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. അതുപോലെ താർന്നുള്ളൊരു ബാഡ്ജിങ് കാണാം നമുക്കിവിടെ. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നോക്കുമ്പോൾ ഇവിടെയും ഫൈബർ പോലത്തെ ഒരു കിറ്റിലാണ് വന്നിരിക്കുന്നത്. അത് ഫ്രണ്ടിൽ നിന്നുള്ള തന്നെ
ബാക്ക് വരെ ഇപ്പോൾ ആ സൈഡ് തൊട്ടുള്ളത് ഇങ്ങനെ ബാക്ക് വരെയും വന്നിരിക്കുന്നത് സെയിം സാധനം തന്നെയാണ്. ഒരൊറ്റ പീസ് പോലെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഓവർ ബൂട്ട് സ്പേസ് ഒന്നുമില്ല, കാരണം പഴയ താർ വെച്ച് ഇതിൻ്റെ ഉൾവശം നമുക്ക് കയറുമ്പോൾ മനസ്സിലാവും ബാക്കിൽ സ്പേസ് കുറവാണെന്ന് വെച്ചാൽ ബൂട്ട് സ്പേസ് വളരെ കുറവാണ് വേണ്ടത് ബാക്കിൽ. പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് നല്ലൊരു വിസിബിലിറ്റി ആയ ഒരു വിൻഡോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 57 ലിറ്ററോളം വരുന്ന ഒരു ഫ്യൂൽ ടാങ്കാണ് ഈ വണ്ടിയുടെ അടുത്ത് കാണാൻ കഴിയുന്നത്. അത്രയൊക്കെ ഉള്ളൂ അപ്പർ സൈഡിൽ നിന്ന് ഇപ്പർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് മുമ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു MHAWK 130 എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. ഈ MHAWK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ വേരിയൻറ്റിൽ വരുന്നൊരു ബാഡ്ജിങ് ആണ്. ഈ 130 എന്ന് പറയുന്നത് ഇതിൻ്റെ പവറാണ്. 130 PS പവറിൻ്റെ ആണ് ഈ 130 എന്ന് കാണിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ചെറിയൊരു ആൻറ്റീനയും കൂടി വന്നിട്ടുണ്ട്. ഒരു ക്യൂട്ട് ലുക്കാണ് ആൻറ്റീന കാണാനൊക്കെ. അത്രയൊക്കെ തന്നെയാണ് വണ്ടിയുടെ ഈ സൈഡിലെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ. നമുക്കിനി പില്ലിയൻ സീറ്റിലേക്കും കൂടി ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമുക്കിനി കോ ഡ്രൈവർ സീറ്റിലേക്കും കൂടി ഒന്ന് കയറി നോക്കാം. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡോറ് പോലെയാണ് തോന്നുന്നത്. ഈ ഡോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താർ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു പൗച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്ര നോർമൽ രീതിയിലുള്ള ഐറ്റംസ് മാത്രമേ ഈ ഡോറിലുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു AC വെൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മഹീന്ദ്ര താർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പ്ലേറ്റിംഗ് ആയിട്ട് വരുന്നൊരു ബാഡ്ജിങ് ഉണ്ട്. അതിൻ്റെ അകത്ത് സീരിയൽ നമ്പറും മോഡലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയേക്കണം. പിന്നെ ഇവിടെ ആയിട്ടൊരു ചെറിയ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഈ വണ്ടിയുടെ ഗ്ലൗ ബോക്സ് വരുന്നത്. ആവശ്യത്തിന് സ്പേസ് ഉള്ളൊരു ചെറിയൊരു ഗ്ലൗ ബോക്സാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രാബ് റെയിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ആവശ്യത്തിനൊരു കുഴപ്പമില്ലാത്തൊരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ബാക്കിലെ സ്പേസും കൂടി നോക്കാം. ബാക്കിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് താത്തിയിട്ട് വേണം കയറാൻ. ഇതാണ് ഈ വണ്ടിയുടെ ബാക്കിലെ സ്പേസ് എന്ന് പറയാൻ. ആവശ്യത്തിന് നമുക്ക് രണ്ടുപേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റിയ സ്പേസാണ്. കാരണം ഒരു ഫാമിലി അഫോർഡബിൾ ആയിട്ടൊരു വണ്ടിയാണിത്. പിന്നെ ഇതിൻ്റെ സ്പീക്കർ അതുപോലത്തെ ഐറ്റംസൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലാമ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു വൈറ്റ് ലാമ്പാണ് വരുന്നത്. കണ്ട ഒരു വൈറ്റ് ലാമ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഈ ഹാർഡ് ടോപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അത്രയൊക്കെ തന്നെ എൻ്റെ ബാക്കിൽ പറയാനുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ വിസിബിലിറ്റിയുടെ കാര്യം. നല്ലൊരു വിസിബിൾ വ്യൂ ആണ് നമുക്ക് ബാക്കിൽ നിന്നാണ്. ബാക്കിലെ ആൾക്കാർക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനൊരു നല്ലൊരു വ്യൂ ആയിരുന്ന ഒരു വിൻഡോ ആണ് വണ്ടിയുടെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ റോൾ കേജ് തന്നെയാണ് എൻ്റെ ബാക്കിലെ സീറ്റ് ബെൽറ്റ് വന്നിരിക്കുന്നത്. വണ്ടിയിൽ ഇൻബിൽറ്റായിട്ട് റോൾ കേജ് വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. അതിൻ്റെ തന്നെയാണ് സീറ്റ് ബെൽറ്റ് വന്നിരിക്കുന്നത്. അത്രയൊക്കെ തന്നെയാണ് എൻ്റെ ബാക്കിൽ വിശേഷം. ഇനി നമുക്ക് ഈ സീറ്റ് നേരെ ആക്കിയിട്ട് നേരെ ഡ്രൈവർ ക്യാബിനിലേക്കും കൂടി ഒന്ന് കയറി നോക്കാം. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കപ്പോൾ കാണാം. വണ്ടിയുടെ ഡ്രൈവർ സൈഡിലെ ഡോറും കൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഡ്രൈവർ സൈഡ് റോഡിലെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ അകത്ത് മറ്റേന്ന് വ്യത്യാസമായിട്ട് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിരുന്ന് വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കൂടി നോക്കാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ. ആവശ്യത്തിന് സ്റ്റിയറിങ്ങിൽ ഇവിടെ വോളിയം കൂട്ടാനും വോളിയം കുറയ്ക്കാനും അതോടൊപ്പം തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ആ ഡിസ്പ്ലേയിലേക്കുള്ള ഇതിനുള്ള നോബുകളും സ്വിച്ചുകളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഹെഡ് ലൈറ്റിൻ്റെയും അതോടൊപ്പം ഡിമ്മും ബ്രൈറ്റും ഒക്കെ ആക്കാനും. പിന്നെ ഇപ്പർ സൈഡിലായിട്ട് വൈപ്പറിൻ്റെയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സ്വിച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ ഹിൽ അസിസ്റ്റിൻ്റെ അങ്ങനത്തെ കുറച്ച് സ്വിച്ചുകളൊക്കെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ക്ലസ്റ്റർ ഒന്ന് ഓണാക്കി നോക്കാം. ക്ലസ്റ്റർ ഓണാക്കുമ്പോൾ തന്നെ താർന്നുള്ളൊരു റൈറ്റിംഗ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞൊരു കുഞ്ഞ് ഇത് കാണാൻ പറ്റുമെന്ന്. അവിടെ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോ വണ്ടിയുടെ ഡയറക്ഷനും പിന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും വണ്ടി എന്തോരം ചരിഞ്ഞിട്ടുണ്ടെന്നും ഡോർ ഓപ്പൺ ആണെങ്കിലും അങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കും. നല്ലൊരു വെറൈറ്റി ഐറ്റം പോലെ തോന്നിയത് താറിലൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സെറ്റപ്പ് ഉള്ളത് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഹോം ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഫുള്ളും ടച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡോമീറ്ററിൻ്റെ ഇതിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഓൺ റോഡിൽ സ്പീഡും പവറും ടോർക്കും ഒക്കെ എന്തോരം കയറേണ്ടെന്നും അതുപോലെ ഇവിടെ ഓഫ് റോഡ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ വണ്ടി എന്തോരം ചരിഞ്ഞ് നിൽക്കേണ്ടെന്നും ടയർ ഇപ്പോൾ എന്തോരം വളയുന്നുണ്ടെന്നും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ കഴിയും.
ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ എൻ്റെ തൊട്ട് താഴെ വരുമ്പോൾ ഇവിടെ 1 2 3 4 AC വെൻ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ AC സ്പീഡും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഹസാർഡിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഇവിടെയും 2-3 സ്വിച്ചുകളൊക്കെ ഉണ്ട്. അത് സ്വിച്ച് എന്ന് പറയാൻ പറ്റില്ല, അത് വാർണിംഗ് ലാംപ്സ് പോലെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഗിയർ കാണാം. നമ്മളിപ്പോൾ ഈ പജിയറയിലൊക്കെ കണ്ടുപോലെ തന്നെ ഒരു കുട്ടി ഗിയറാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഓഫ് റോഡ് പോകുമ്പോൾ ഫോർ വീൽ എൻഗേജ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ ടോർക്ക് കൊണ്ടുവരാനുള്ള ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഗിയറാണ്. പിന്നെ അതിൻ്റെ താഴെ വരുമ്പോൾ ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ് ഈ വണ്ടിയുടെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മിറർ താത്താനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിറർ താത്താൻ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചെന്നറിയാൻ പാടില്ല, ഇതിൻ്റെ ഡോറിൽ വേറെ ഒന്നും വന്നിട്ടില്ല. ആകപ്പാടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. മിറർ ഇപ്പം നമുക്ക് പൊക്കാനാണെങ്കിലും താഴ്ത്താനാണെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കും. പിന്നെ എൻ്റെ തൊട്ട് താഴെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കും കാണാം. പിന്നെ അതിൻ്റെ സൈഡിൽ ഇതൊരു കോയിൻ ഹോൾഡർ പോലെയാണ് വന്നിരിക്കുന്നത്. അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ. പിന്നെ അവിടെ നിന്ന് തൊട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ബാക്ക് വ്യൂ മിററും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തെ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കുഞ്ഞ് മിററും കൂടി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു മിററില്ല. അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ക്യാബിൻ വ്യൂവിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും കൂടി ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളുണ്ടെന്ന് അറിയണ്ടേ പുതിയ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട്? Swolla, swolla, swolla.